എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് അഥവാ വരകളും കോണുകളും എന്നുള്ള ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്ററാണ്. അതിലെ കൂട്ടിമുട്ടാത്ത വരകൾ എന്നുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1, 2, 3, 4 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കൂ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ 1ാമത്തെ ചിത്രം നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു എ എന്ന് പേര് കൊടുക്കും. എ, ബി, സി, ഡി 4 എ ബി സി ഡി പറഞ്ഞിട്ട് 4 ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ലൈനിന് മേലെ വേറൊരു ലൈൻ, അതായത് അപ്പോൾ നമ്മളിങ്ങനെ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കിയാൽ ഈ എ എന്ന് പറഞ്ഞ ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ലൈൻ നമ്മൾ എവിടെയെങ്കിലും കുറച്ചിങ്ങനെ നീട്ടി വരക്കുകയാണെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുന്ന ലൈനാണ് അല്ലേ. അല്ലെങ്കിൽ ഇതാ ഈ ഭാഗത്തേക്ക് നീട്ടി വരക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അകലമല്ലേ. ഈ 2 ലൈൻ തമ്മിൽ ഒരേ അകലത്തിലാണോ ഉള്ളത്? ഇല്ല അല്ലേ. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സമാന്തര വരകൾ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ ലൈൻ നോക്കാം. ഈ ലൈനിൻ്റെ എല്ലാ ഭാഗത്തും എടുത്താലും ഒരേ അകലമാണ് അല്ലേ. അങ്ങനെ ഒരേ അകലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര നീട്ടി വരച്ചാലും ഇത് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടാത്ത വരകളാണ്. അപ്പോൾ കൂട്ടിമുട്ടാത്ത വരകളെയാണ് എന്ത് പറയുക? ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് എന്ത്? സമാന്തര വരകൾ. അപ്പോൾ ഇത് ഒരേ അകലമാണ് പാലിക്കുന്നത്. ഇത് എവിടെ വെച്ചിട്ടും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടും ചെയ്യില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് പറയാൻ പറ്റും. അപ്പോൾ ഇതിലെ ബി എന്താണ്? പാരലൽ ലൈൻ ആണ് അല്ലേ. ഈ ബി എന്ന് പറഞ്ഞ പിക്ചർ. ഇനി ഈ സി എന്നുള്ള പിക്ചർ നോക്കാം. ഇതിലും കണ്ടോ, ഇത് ചെരിഞ്ഞാണ് ഇരിക്കണമെങ്കിലും ഇവ തമ്മിലുള്ള അകലം എന്താണ്? ഇവ തമ്മിലുള്ള അകലം തുല്യമാണ് അല്ലേ. കണ്ടോ, എല്ലാ ഭാഗത്തും എടുത്താലും അകലം തുല്യമാണ്. ഇത് എത്ര നീട്ടി വരച്ചാലും നമുക്ക് എവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റില്ല, കൂട്ടിമുട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് എന്ത്? സമാന്തര വര. അപ്പോൾ ഇതിലെ സിയും എന്താണ്? സമാന്തര വരകളാണ് അഥവാ പാരലൽ ലൈനാണ്. ഇനി ഇത് ഡി നോക്കാം. ഈ ഡി കണ്ടോ ഇവിടെ കുറച്ച് കൂടുതലാണ്. ഇങ്ങോട്ട് വരുന്തോറും എന്താണ്? അകലം കുറഞ്ഞു വരുന്നത്. നമുക്കിത് കുറച്ചും കൂടി നീട്ടി വരച്ചാൽ തന്നെ ഇത് കൂട്ടിമുട്ടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തല്ല? പാരലൽ ലൈൻ അല്ല, അല്ലെങ്കിൽ സമാന്തര വര അല്ല. ഇനി എങ്ങനെയാണ് ഒരു ലൈനിന് നമ്മൾ സമാന്തര വര വരക്കണമെന്ന് നോക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു ലൈൻ തന്നാൽ അതിന് സമാന്തര വര വരക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെ നിങ്ങളോട് ഒരു സമാന്തര വര വരക്കാൻ അല്ലെങ്കിൽ പാരലൽ ലൈൻ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് സ്ക്വയറിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇത് 90 ഡിഗ്രി അല്ലേ. ഈ 90 ഡിഗ്രി ഇത് 45 നമുക്കറിയാം. അപ്പോൾ ഈ 90 ഡിഗ്രി ഇതാ ഇങ്ങനെ വരുന്ന ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്കെയിൽ ഇതിൽ നന്നായിട്ട് അമർത്തി പിടിക്കുക കേട്ടോ. അതായത് സ്കെയിലിനി അനങ്ങാൻ പാടില്ല. സെറ്റ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീക്കി മേലേക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സ്കെയിൽ അനങ്ങാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ പോയിന്റിൽ വെച്ച് 90 ഡിഗ്രിയാണ് നമ്മളിവിടെ വെക്കേണ്ടത്. ഇനി ഇതിനെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ആ പോയിന്റ് എത്തിയാൽ നമുക്ക് സ്കെയിൽ മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ഈ ലൈനിൽ നമ്മൾ എന്ത് വരച്ചു? പാരലൽ ലൈന് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിയിൽ താഴത്തെ ലൈന് കുറച്ച് മായുണ്ട്, ഒന്നുകൂടെ വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടോ, ഈ ലൈൻ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? തുല്യ അകലത്തിലാണ് അല്ലേ. ഇതൊരിക്കലും എവിടെയും പോയി എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കൂട്ടിമുട്ടൂല. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെയുള്ള ലൈനാണ് എന്ത് പറയുക? പാരലൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എക്സാമ്പിൾ നമ്മളൊരു 4 സെൻറ്റിമീറ്റർ അകലെ എന്ത് വരക്കാൻ പറഞ്ഞു? ലൈൻ തന്നിട്ട് നമ്മളോട് ഒരു 4 സെൻറ്റിമീറ്റർ അകലെ ഈ ലൈനൊരു സമാന്തര വര പാരലൽ ലൈൻ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് 4 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതാ 4 അല്ലേ. ഇനി നമ്മളെന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇവിടെ കൊടുക്കുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഇങ്ങനെ നീക്കി കൊടുക്കുക കേട്ടോ.
ഇനി ഇവിടെ എത്തുമ്പോൾ സ്കെയിൽ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ലൈന് ഇതിന് സമാന്തരമായിട്ട് വരക്കാൻ പറ്റും. ഇത് ഒരു ഭാഗം വരക്കുമ്പോഴേക്ക് താഴത്തെ മാഞ്ഞു പോകണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാൻ പറ്റും, സമാന്തര വരകൾ പറയാൻ പറ്റും. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ചെരിഞ്ഞാണ് വരുന്നെങ്കിൽ എങ്ങനെ വരക്കാൻ നോക്കാം കേട്ടോ. ഈ ചെരിഞ്ഞ വരക്ക് നമ്മൾ എന്ത് വരക്കണം, പാരലായിട്ട് ഇതിൻ്റെ വലതു ഭാഗത്തൂടെ നമ്മൾ എന്ത് വരക്കണം, ഒരു സമാന്തര വര വരക്കണം. അപ്പോൾ ഈ ചെരിഞ്ഞ ലൈന് തന്നത് എത്ര ഡിഗ്രിയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 60 ഡിഗ്രിയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി വരക്കാം. നമുക്ക് അങ്ങനെ വരക്കാം, 2 തരത്തിൽ വരക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് നീട്ടി, ഈ ലൈനൊന്ന് നീട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വെച്ചിട്ട് എന്തെടുക്കുക, 60 ഡിഗ്രി എടുക്കുക. ഈ ലൈൻ നീട്ടിയിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ ലൈനിൽ 0 വരുന്നോട്ട് നമ്മൾ എണ്ണ 40, 60 അല്ലേ, 50, 60 ഇതാ നീളം വരക്കുക. ഇങ്ങനെ ഇപ്പോൾ ഈ ലൈനും എന്താണ് കണ്ടോ, സമാന്തരമായി ഇതാ 60. ഇത് ഇങ്ങനെ എല്ലാവരെയും ഒന്ന് വരക്കാൻ പറ്റും. നമുക്കതെങ്ങനെ നോക്കാം. ഇത് നമ്മൾ ഈ ലൈൻ നീട്ടി വരച്ചിട്ടില്ല ചെയ്തത്, ഈ ലൈൻ നീട്ടി വരക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നും കൂടി നോക്കാം കേട്ടോ. വെച്ചിട്ട് 60 ഡിഗ്രിയാണ് എടുത്ത് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ നീട്ടി വരച്ചാണ് ചെയ്തത്. ഇനി നമുക്ക് നീട്ടാതെയും ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ 60 നമുക്കറിയാം, ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ് വരിക, 120 അല്ലേ. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇവിടെ നീട്ടി വരക്കണതിന് പകരം നമുക്കിവിടെ എന്തെടുത്താൽ മതി, 120 ഡിഗ്രി എടുത്താൽ മതി കേട്ടോ. ഇതാ 120 ഡിഗ്രി എടുക്കുക. അപ്പോൾ ഇതാ ഇവിടുന്ന് 0 വരുന്ന ഈ ലൈനിലേക്ക് 0 വരുന്ന ഭാഗം നോക്കുക. 10, 20, 30, 100, 110, 120 അല്ലേ. അപ്പോൾ ഈ ലൈനിൽ എന്താണ്, ഈ ചെരിഞ്ഞ വരക്ക് എന്തായി, സമാന്തര വര കിട്ടി. അപ്പോൾ ഇത് എത്ര ഡിഗ്രി വര വരിക, 120. ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാം. 2 രീതിയിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം കേട്ടോ.